ഇപ്പോൾ തട്ടാവിള കുടുംബാംഗം മഹേഷ് പണിക്കർ കൂടി നമ്മുടെ ഈ ചർച്ചയുടെ ഭാഗമാകുകയാണ്. ശ്രീ മഹേഷ് പണിക്കർ, ഈ 98 മുതൽ അവിടെ നടന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ താങ്കൾക്ക് വളരെ കൃത്യമായി അറിയാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് UB ഗ്രൂപ്പ് സ്വർണം പൊതിഞ്ഞ് നൽകിയ സ്വർണം 30 കിലോയോളം സ്വർണം അയ്യപ്പന് സമ്മാനിച്ചത് മുതൽ നൽകിയത് മുതൽ അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും വളരെ കൃത്യമായി അനലൈസ് ചെയ്തിട്ടുള്ള ഒരാളാണ് താങ്കൾ. താങ്കളുടെ ഒരു അനുഭവം വെച്ച് ഈ ഒരു ദേവസ്വം ബോർഡ് മാത്രം വിചാരിച്ചാൽ ഇങ്ങനെയൊരു വലിയ കൊള്ള നടത്താൻ കഴിയുമോ? കാരണം വളരെ ആസൂത്രിതമായ വളരെ കൃത്യമായി ഇത്ര സ്വർണം അവിടെയുണ്ട്, ഇത് ഏത് രീതിയിൽ എടുക്കാം എന്നതടക്കം വലിയ ശാസ്ത്രീയമായ പരിശോധന പോലും നടത്തിയിട്ടാകാം ഒരുപക്ഷെ ഈ സ്വർണ്ണക്കൊള്ളയ്ക്ക് മുതിർന്നത്. എന്താണ് അങ്ങയുടെ അനുഭവം? അല്ല, ഇവിടെ ഇപ്പം നമ്മൾ ഈ പറയുന്ന വിജയ് മല്യ അദ്ദേഹം കൊടുത്തിരിക്കുന്ന സ്വർണത്തിൻ്റെ നമ്മുടെ കട്ടളയിലും കഥകിലും ധാരപാലകപാളിയിലുമുള്ള അത് എടുത്തിരിക്കുന്ന ഒരു എപ്പിസോഡാണ്. അത് 2019 ജനുവരി മാസത്തിൽ തുടങ്ങി മാർച്ച് 11-ലാണ് അവർ ആദ്യം ആ കഥക് ഫിറ്റ് ചെയ്യുന്നത്. കഥക് ഫിറ്റ് ചെയ്തിട്ട് ജൂൺ മാസത്തിലാണ് അവർ കട്ടള തിരിച്ച് ഫിറ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ജൂലൈ 19-ാം തീയതി ധാരപാലകപാളി ഇളക്കിയിട്ട് സെപ്റ്റംബറിലൊക്കെയാണ് 39 ദിവസം 40 ദിവസമൊക്കെ കറങ്ങിയിട്ടാണ് അത് വെക്കുന്നത്. ഇത് 3 ഈവൻറ്റിലായിട്ടാണ് ഇവർ ഇളക്കിയെടുക്കുന്നത്, 3 ഈവൻറ്റിലായിട്ടാണ് തിരിച്ചു വെക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറച്ച് അവരുടെ ഒരു ഗ്രൂപ്പായിട്ടുള്ള ഇന്നത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്ന സഞ്ജീവ് ഭണ്ഡാരി, ഗോവർദ്ധൻ എന്നൊക്കെ പറയുന്ന ടീം തന്നെയാണ് ഇത് 3 പ്രാവശ്യവും ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവർ ആദ്യം എടുത്തു, അവർക്കത് മനസ്സിലായി, ഇതിനകത്തുനിന്ന് ഇത്ര സ്വർണം കിട്ടിയത് മനസ്സിലായി, അടുത്ത് അവരങ്ങനെ ചെയ്ത് അങ്ങനെയാണ് ആ ഒരു എപ്പിസോഡ് വർക്കായിരിക്കുന്നത്. പക്ഷേ അതിന് മുമ്പുണ്ട് ഇത് തന്നെയാണ് മാളികപ്പുറത്തിൻ്റെ അവിടുത്തെ റൂഫ്, ആ കാര്യങ്ങളൊക്കെ അതിന് മുമ്പത്തെ സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. അതിന് മുമ്പ് കൊടിമരമുണ്ട്, വാജിവാഹനം, അഷ്ടദിക്പാലകർ, കൊടിമരം എന്നൊക്കെ പറയുന്ന അങ്ങനത്തെ 2017 കാലഘട്ടത്തിൽ അതുണ്ട്. അപ്പം ഈ കൊള്ള എന്ന് പറയുന്ന സാധനം നമ്മളിപ്പോൾ ഒരു ഇതിൽ മാത്രമായിട്ട് നിർത്താൻ പറ്റത്തില്ല. ഇത് ഈ പറഞ്ഞ കാലങ്ങളിലൊക്കെ കുറേ ഇതായിട്ടാണ്. നമ്മുടെ 18-ാം പടിയുണ്ട്. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളെല്ലാം കലാകാലങ്ങളിൽ അവരവിടെ ഈ 2007 ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയ പിന്നെ അവരുടെ കൂടെ തന്നെ ഈ സഞ്ജീവ് ഭണ്ഡാരി, ഈ ഗോവർദ്ധൻ ടീമൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പം അതിനകത്ത് തന്ത്രി അദ്ദേഹത്തിൻ്റെയും അങ്ങനെ കുറേ ആൾക്കാരുടെ ഒത്താശയോടെ ഇവരുടെ എല്ലാം ഒരു ടീം വർക്കായിട്ടാണ് നടന്നിരിക്കുന്നത്. ഈ സ്വർണ്ണക്കൊള്ള എന്ന് നമ്മൾ ഈ ധാരപാലകപാളിയുമായിട്ട് ബന്ധപ്പെട്ട കൊള്ള എന്ന് പറയുന്നത് ഈ 2019 നടന്ന ഒരു വർഷം മൊത്തമായിട്ട് എടുത്തിരിക്കുന്ന ഒരു സ്കീമാണ്. അതിന് മുമ്പുള്ള പല സ്കീമുകളുണ്ട്. ഇവരുടെ കൊടിമരം, ഇവരുടെ 18-ാം പടിയുടെ മാറ്റം. അപ്പം ഇതിനകത്തെല്ലാം ശരിക്കും വിശദമായിട്ടുള്ള രീതിയിലാണ് ഇതിൻ്റെ അന്വേഷണം ഇപ്പോൾ പോയിരിക്കുന്നത്. കാര്യം ഞാൻ വളരെ സന്തുഷ്ടനാണ്. അത് കാര്യം ഇന്നത്തെ ദിവസം ഈ പങ്കജ് ഭണ്ഡാരി അറസ്റ്റ് ചെയ്തുകൊണ്ട് ഈ പങ്കജ് ഭണ്ഡാരിയെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇയാൾ ആദ്യം വരുന്നത് അയാളുടെ ഒരു അഡ്വക്കേറ്റാണ് നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത്. കാര്യം ഇവർക്ക് ഇത് വേർതിരിക്കാനുള്ള കഴിവില്ല, ഇവരെ കൊണ്ട് ഇത് വേർതിരിക്കാൻ പറ്റില്ല, ഞങ്ങളത് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് ഇവർ തുടങ്ങുന്ന പരിപാടി. പക്ഷേ ഇയാളുടെ തന്നെ വീഡിയോസ്, ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ യൂട്യൂബിൽ കിടക്കുന്ന വീഡിയോസിനകത്ത് ജയറാമും സ്മാർട്ട് ക്രിയേഷനോട് ഈ ജൂൺ മാസം 2019 ജൂൺ മാസം 15-ന് നടത്തുന്ന അവിടെ വെച്ചിട്ട് ഈ കട്ടളയുടെ പാളി അവരുടെ ഓഫീസിൽ വെച്ചിട്ട് ഇങ്ങനെ അതിൻ്റെ ഇനാഗുറേഷൻ ജയറാം വന്നാണ് ചെയ്യുന്നത്. അപ്പോൾ അന്ന് നടത്തുന്ന അയാളുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ അയാൾ പറയുന്നത് ഞാനാണ് ശബരിമലയുടെ മേളത്തെ റൂഫ് ചെയ്തത്, ഞാനാണ് 3 ഗ്രാം മതി ഇതിനകത്ത് 1 സ്ക്വയർ ഫീറ്റ് ചെയ്യാൻ, ഏകദേശം 30 ഗ്രാം. അപ്പോൾ ഇപ്പോൾ ഈ SIT ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് തന്നെ ഈ പറഞ്ഞ 400 ഗ്രാം എന്ന് പറഞ്ഞ് ഇവരെ അവകാശപ്പെട്ടിരിക്കുന്ന സാധനം ഈ ടെസ്റ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇത് ഏകദേശം 30 ഗ്രാം ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അപ്പം അതാണ് ഇപ്പോഴത്തെ അറസ്റ്റിലേക്ക് എത്തിച്ചിരിക്കുന്നതാണ് എൻ്റെ ഒരു നിഗമനം. ശരിയായിരിക്കാം, അങ്ങനെ ഒരു ഇതാണ് ഞാൻ പറയുന്നത്. പക്ഷേ ഇതുപോലത്തെ ഈ സഞ്ജീവ് ഭണ്ഡാരി അറസ്റ്റ് ചെയ്ത് ഗോവർദ്ധൻ, ഈ ഗോവർദ്ധൻ്റെ വീടുകളിലാണ് ഈ തന്ത്രിയൊക്കെ കൊണ്ട് ഈ സാധനം പൂജ ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഈ സിനിമാ ബന്ധം മൊത്തം കിടക്കുന്നത്. ഇവർ 3 പേരുള്ള ടീമാണ്. ജയറാം ഈ 3 എണ്ണത്തിനകത്തുണ്ട്. ജയറാം സത്യം പറഞ്ഞാൽ ഈ സിനിമാ ലോകത്തോ അല്ലെങ്കിൽ ഈ പറഞ്ഞ അധികാരത്തിൻ്റെയോ അല്ലെങ്കിൽ സമ്പത്തിൻ്റെയൊക്കെ വലിയ വലിയ ആൾക്കാരിലേക്ക് ഒരു കണ്ണി ആവശ്യമാണ്. ഇതൊരു സത്യം പറഞ്ഞാൽ ഈ പറഞ്ഞ ധാരപാലകപാളിയും ഈ പറഞ്ഞ കട്ടളപ്പാളിയും കഥകും എല്ലാം വിശ്വാസപരമായ കൊള്ളയാണ്. അത് ആക്ച്വലി ഈ ദേവനുമായിട്ടോ അല്ലെ ശനിദേവനുമായിട്ടോ അങ്ങനെയൊക്കെ ബന്ധമുള്ള ആൾക്കാർ മാത്രമേ അതിനകത്ത് പൈസ മുടക്കി അങ്ങനെ അതിൻ്റെ കച്ചവടം പോകത്തുള്ളൂ. കാര്യം വെറും 30 കൊല്ലം മുമ്പ് 1999 കാലഘട്ടത്തിലാണ് വിജയ് മല്യ ഇത് ചെയ്തിരിക്കുന്നത്. അപ്പം ആ 30 കൊല്ലത്തെ 27 കൊല്ലത്തെ 28 കൊല്ലത്തെ പഴക്കമേ ഉള്ളൂ. അതൊരിക്കലും ആൻറ്റിക്കായിട്ട് പോകത്തില്ല. ഈ ആൻറ്റിക്കായിട്ട് പോയിരിക്കുന്ന അയ്യപ്പൻ്റെ യോഗദണ്ഡുണ്ട്, അവിടുത്തെ 2 പ്രാചീനമായ മണികളുണ്ട്, കമ്പകളൊക്കെയുണ്ട്, കൊടിമരമുണ്ട്, വാജിവാഹനമുണ്ട്, അഷ്ടദിക്കുണ്ട്, നമ്മുടെ പഴയ 18-ാം പടിയുണ്ട്. ഇത്രയും സാധനങ്ങൾ അവിടെ ആൻറ്റിക്കായിട്ടാണ് പോയിരിക്കുന്നത്. മറ്റേതെല്ലാം വിശ്വാസക്കൊള്ളയാണ്. അപ്പോൾ വിശ്വാസക്കൊള്ളയിലേക്കുള്ള ഏകദേശം ഒരു തീരുമാനമായിട്ടുണ്ട്. ഈ സഞ്ജീവ് ഭണ്ഡാരിയെയും ഈ ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ഏകദേശം തീരുമാനം. പക്ഷേ അതിൻ്റെ മേളിലോട്ട് ഈ ദേവദല്ലൂരിലേക്കൊക്കെ എത്തുമ്പോഴത്തേക്ക് മാത്രമേ നമുക്ക് ഇതിൻ്റെ ബാക്കിലോട്ട്, അതിനകത്തും കോൺഗ്രസിൻ്റെ ഭരണസമിതിയൊക്കെയാണ് ആ സമയത്തൊക്കെ ഭരിക്കുന്നത്. അപ്പം ഈ വാജിവാഹനമൊക്കെ എടുത്ത് കൊടുത്തെന്നാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ കൊടുത്തത് വളരെ ഗുരുതരമായ തെറ്റാണ്. 2012 അത് കൊടുക്കാൻ
കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് രാജഗോപാൽ സാറൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് തീരുമാനം ഉണ്ടാക്കിയിരിക്കുന്നത് തന്ത്രി കുടുംബമായിട്ടൊക്കെ ഒരു കറക്റ്റായിട്ടൊരു നിയമപരമായ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇങ്ങനത്തെ സാധനങ്ങളൊന്നും വേണ്ട, അവരുടെ ഓരോ പൂച്ച നടക്കുമ്പോൾ ഇവർക്ക് പവിത്രമോതിരം വേണം, സ്വർണ്ണത്തിൽ വേണം, അല്ലെങ്കിൽ നവരത്ന മോതിരം വേണം, അല്ലെങ്കിൽ ഈ പായസം ഉണ്ടാക്കുന്ന ഉരുളി വേണം എന്നൊക്കെ പറയുന്ന കുറേ അവരുടെ ആവശ്യങ്ങളുണ്ട്. അതൊന്നും അംഗീകരിക്കാതെ വളരെ പ്ലെയിനായിട്ട് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചെയ്തിരിക്കുന്ന കാര്യങ്ങളുടെ മുകളിലാണ് ഇവർ ഈ പറഞ്ഞ കാര്യം കൊള്ളയാണത്. അപ്പോൾ ആ കൊള്ള തന്നെയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയൊക്കെ ആവശ്യപ്പെട്ടിരിക്കുന്ന 500 കോടിയുടെ 1000 കോടിയുടെയൊക്കെ ഡീലുണ്ട്, ഇതിനകത്ത് ആ ഡീലൊക്കെ പൊക്കണമെന്ന് പറഞ്ഞിട്ടുള്ള വന്നിരിക്കുന്നത്. അപ്പം അതൊക്കെ വളരെ സ്വാഗതാർഹമാണ്. കാര്യം അതൊരു എന്താ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ തന്നെ ആൾക്കാർ ഈ കൊള്ള നടത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുറത്ത് വരണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നത് വളരെ വളരെ ഉദാത്തമായ ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ രീതി തന്നെയാണ്. അപ്പം അങ്ങനത്തെയുള്ള അന്വേഷണത്തിലൊക്കെ പോകാനായിട്ടുള്ള വ്യക്തമായ ഒരു അയ്യപ്പൻ്റെ നിയോഗം നമ്മളിതിനകത്ത് കാണാതെ പോകില്ല. കാരണം ഇപ്പോൾ കേരളം മൊത്തം ഇപ്പം ഒരു പോറ്റിയെ ഇത് എന്നുള്ളൊരു പാരഡി ഗാനമാണ് കേൾക്കുന്നത്. ഇവരെല്ലാം അയ്യപ്പനെ പ്രൈസ് ചെയ്യല്ലേ, എന്തായാലും 2 വാക്ക് കഴിയുമ്പോൾ പിന്നെ അയ്യപ്പ എന്ന് പറയല്ലേ. ഏകദൈവ വിശ്വാസികളും ബഹുദൈവ വിശ്വാസികളും ഒരു വിശ്വാസവും ഇല്ലാത്തവർ പോലും അയ്യപ്പനെ സ്തുതിക്കുവാണ്. അയ്യപ്പൻ്റെ ശക്തി അത്രമാത്രം എന്താ പറയുക, ഈ മലയാളത്തിൻ്റെ മണ്ണിലും മൊത്തത്തിൽ അങ്ങനെ എന്താ പറയുക ഫുൾ പവറിൽ നിൽക്കുകയാണ്. ഒരേ കുറ്റത്തിന് സന്ദീപ് വാര്യർക്ക് ജാമ്യം കിട്ടുന്നു, അതേ കുറ്റത്തിന് തന്നെ രാഹുൽ ഈശ്വർ പോയി 14 ദിവസമോ 15 ദിവസമോ 16 ദിവസമോ അകത്ത് പോയി കിടക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് അയ്യപ്പൻ്റെ ആ ഒരു ശക്തിവിശേഷം നമ്മൾ മനസ്സിലാക്കാതെ പോകരുത്. അത് ഫുൾ പവർഫുൾ രീതിയിലായിട്ടാണ് നിൽക്കുന്നത്. അപ്പം അതൊരു അതിൻ്റെതായ രീതിയിൽ തന്നെ അത് പ്രവർത്തിച്ച് വരുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം ഇപ്പോഴത്തെ ഇന്നത്തെ അറസ്റ്റും അതിനകത്ത് നല്ലൊരു കീ പോയിൻ്റാണ് ഇന്നത്തെ അറസ്റ്റ്. പങ്കജ് ഭണ്ഡാരിയും ഗോവർദ്ധനെ അറസ്റ്റ് ചെയ്ത് അത് ഈ ദൈവതുല്യരിലേക്കൊക്കെ എത്താനുള്ള നല്ലൊരു മാർഗ്ഗമാണ്. കാര്യം അവർ 3-4 ദിവസമായിട്ട് ഇപ്പം അവരുടെ കസ്റ്റഡിയിലായിരുന്നു. അപ്പം ഒരുമാതിരിപ്പെട്ട ഡീലൊക്കെ അവർക്ക് കിട്ടിക്കാണും. ഇപ്പം ഇന്നാണ് അറസ്റ്റ് അവർ പുറത്ത് വിട്ടെങ്കിലും അപ്പം ആ ഒരു രീതിയിൽ തന്നെ വരുമെന്നാണ് എൻ്റെ വിശ്വാസം.